ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞേ ഏതാടി ഈ കോൺസെപ്റ്റ് ആണ്. എടി ഇത് വളരെ സിമ്പിൾ ആണ്. ഒരു സാധനം ഇങ്ങനെ വീഴാൻ പോകുമ്പോൾ അതിനെ പിടിച്ചു നിർത്തുന്നതാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യാം, അതിന്റെ ഹെഡിങ് എഴുതുക, ഡെഫിനേഷൻ എഴുതുക, ഈ ഡയഗ്രാം കൂടെ വരയ്ക്കുക. ഫുൾ മാർക്ക് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അറിയാം, ഇത്തവണ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് തനിക്കാം. കൺഗ്രാറ്റ്സ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇത്തവണത്തെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് തനിക്കാം. സത്യമായിട്ടും നീ കളിയാക്കുന്നതല്ലോ. സത്യമായിട്ട് കാര്യമായിട്ട് പറഞ്ഞതാ. എക്സാം ഈസി ആയിരുന്നു. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാലോടി. അങ്ങനെ യുജിയും കഴിഞ്ഞു. എന്റെ പ്ലാൻ എന്താ അറിയാ? എൻ്റെ പ്ലാനോ? എൻ്റെ പ്ലാൻ ഇനി PG ചെയ്യണം, PhD ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരും എന്നെ കളിയാക്കുന്ന പോലെ ISROയിൽ ഒരു ജോലി കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് എന്തായിരുന്നാലും ഒരു ദിവസം മീറ്റ് ചെയ്യാം. ദേ എൻ്റെ അച്ഛൻ വന്നു, അപ്പോൾ കാണാം. ബൈ ബൈ. ഓക്കെ അച്ഛാ, അച്ഛന് മെഡിസിൻസ് നല്ല ആളാ. ഒരാഴ്ച എനിക്ക് എക്സാം ആയതുകൊണ്ട് മെഡിസിൻസ് ഒന്നും എടുത്തു തരാൻ പറ്റാത്ത കാരണം ആ മെഡിസിൻസ് ഒക്കെ അതുപോലെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നല്ല ആളാണ്. കാര്യം പറയാനുണ്ട്. എന്താ അച്ഛാ, എന്താ കാര്യം? മോളുടെ കല്യാണക്കാരത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വിളിച്ചത്. പക്ഷെ അച്ഛാ, എനിക്ക് PG ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. PG കഴിഞ്ഞ് PhD ഒക്കെ എടുത്ത് ഒരു ജോലിയൊക്കെ ആയിട്ട് കല്യാണം മതി എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഉടനെ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഞാനും അതിനൊട്ടും പ്രിപ്പയർഡ് അല്ല അച്ഛാ. മോള് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാന്, അച്ഛൻ്റെ പ്രായം നിനക്കറിയാമല്ലോ. ധാരാളം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാണ് നീ. ഇത്രയും കാലം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ ഇനി പെട്ടെന്ന് എങ്ങാനും അച്ഛൻ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ മോൾ ഒറ്റയ്ക്കായിപ്പോവും. അതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്നെ. പക്ഷേ മോളൊന്ന് എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. നമുക്കൊന്ന് ആലോചിച്ചാലോ? അച്ഛൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കുഴപ്പമില്ല അച്ഛാ, എനിക്ക് ഓക്കെയാണ്, ഞാൻ റെഡിയാണ്. അച്ഛൻ നോക്കിക്കോ, ഞാൻ ഓക്കെയാണ് അച്ഛാ. ചായ ഒന്നും വേണ്ട, നീ വന്നൊന്നും ഇവിടെ ഇരിക്കുവേണ്ട. എത്ര കാലമായി കണ്ടിട്ട് ഇവിടെ വന്ന് ഇരിക്കടി. എന്റെ ദൈവമേ, എത്ര കാലമായി വേണ്ട നിന്നൊന്ന് കണ്ടിട്ട്. ഞാൻ നിന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ കരുതിയിട്ട് എത്ര പേരെ കോൺടാക്ട് ചെയ്തെന്ന് അറിയോ? ശ്യാമിനെ കോൺടാക്ട് ചെയ്തു, രമ്യയെ കോൺടാക്ട് ചെയ്തു, നേഹി കോൺടാക്ട് ചെയ്തു, വേറെ ഇതിനങ്ങ് ദുബായിൽ ഇരുന്ന രമ്യ വരെ കോൺടാക്ട് ചെയ്തു. ആരുടെ കയ്യിൽ നിന്റെ നമ്പർ മാത്രമില്ല, ബാക്കി നമ്മുടെ കൂടെ പഠിച്ച എല്ലാവരുടെയും നമ്പർ ഉണ്ട്. ആണോ? ഒത്തിരി കഷ്ടപ്പെട്ടോ? എടി, കല്യാണത്തിന് മുന്നേ അച്ഛൻ്റെ നമ്പർ ആയിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. പിന്നെ ആ കല്യാണത്തിന് ശേഷമായിരുന്നു എനിക്ക് ഫോൺ വാങ്ങിച്ച എനിക്ക് പുതിയ നമ്പർ ആയത്. അതിനുശേഷം ഞാൻ നമ്പർ ആർക്കും കൊടുത്തിട്ടുമില്ല, ആരെയും ഞാനങ്ങനെ കണ്ടിട്ടുമില്ല. എനിക്ക് എല്ലാവരുമായിട്ട് ഇപ്പോഴും കോൺടാക്ട് ഉണ്ടോ? എനിക്ക് ആരുമായിട്ട് കോൺടാക്ട് ഇല്ലടി. നല്ലതാ. അതെന്താടി, നിന്റെ ഏട്ടന് സംശയരോഗമാണോ? ഇതുവരെയായിട്ടും ആളെന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്കൊരു ടെൻഷൻ, ഇനി ഇഷ്ടമായില്ലെങ്കിലോ എപ്പോഴെങ്കിലും ആരെങ്കിലും മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുമ്പോഴേ ആൾക്കത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ ആരുമായിട്ട് കോൺടാക്ട് ഇല്ലേ. ശരി, അതൊക്കെ പോട്ടെ. നീ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ അപ്പം തന്നെ വിട്ടതാടി. UG കഴിഞ്ഞ് ഞാൻ പിന്നെ ഒന്നിനും പോയില്ല. അത് കഴിഞ്ഞുകൊണ്ട് എന്നെ കല്യാണം ആയില്ലേ. അതെ, കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കണമെന്നൊക്കെ ആയിരുന്നു. പിന്നെ ഞാനങ്ങനെ ചോദിക്കാൻ പോയില്ല. കാരണം കല്യാണം കഴിഞ്ഞതും ആദ്യത്തെ കുഞ്ഞായി, ഇപ്പോൾ രണ്ടാമത്തെ മോന് 3 വയസ്സാവാറായി. അപ്പോൾ അതിനുശേഷം പഠിത്തം അവിടെ ഡ്രോപ്പ് ചെയ്തതായിരുന്നു. ഇതങ്ങനെ ബുക്ക് എടുത്തിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ഇടി, ഞങ്ങൾ എന്താ വിചാരിച്ചതെന്നറിയോ? നീ ISROയിൽ ഏതോ വലിയ സയന്റിസ്റ്റ് ആയിട്ട് ഭയങ്കര തിരക്കായതുകൊണ്ടാണ് ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാത്തതെന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ കാര്യമായിട്ട് പറഞ്ഞതാ. പിന്നെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും പഠിക്കാൻ പോയിട്ടുമില്ല. പിന്നെ ബാധ്യതകളായി, കുഞ്ഞായി, ഹസ്ബൻഡ്, ഫാമിലി അങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാനായിട്ട് തന്നെ കുഴിച്ചു മൂടുമായിരുന്നു. എന്താണ് ഇതൊക്കെ? കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ കോളേജ് ടോപ്പർ, യൂണിവേഴ്സിറ്റി ടോപ്പർ, ആർട്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ആയ ആള് ഇപ്പോ വീട്ടിൽ വെറുതെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പൊന്നു മോളെ, രാവിലെ എഴുന്നേൽക്കുന്നത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ എപ്പോഴാ ഈ രാത്രി ആവുന്നതെന്നൊന്നും അറിയത്തില്ല. അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ടാണ് സമയം പോകുന്നത്. എടി, നിനക്ക് ഇനി വേണമെങ്കിലും പഠിക്കുകയോ ജോലിക്ക് പോവുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ വലിയ ഏജ് ഒന്നും ആയിട്ടില്ലല്ലോ. നിനക്ക് ഇനി നിന്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇനി എനിക്കൊരു ജോബോ? നന്നായി. ഇവൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ. അതുമല്ല, ഇത്രയും ഗ്യാപ്പ് ആയില്ലേ? ഏകദേശം 5 വർഷമായി ഞാൻ പഠിച്ചിറങ്ങിയിട്ട് തന്നെ. വലിയൊരു ഗ്യാപ്പല്ലേ എൻ്റെ കരിയറിൽ വന്നിരിക്കുന്നത്. പിന്നെ ഒരു ജോബിൽ കയറണമെങ്കിൽ ഞാൻ ഫ്രഷറല്ലേ. പിന്നെ അത് ചേട്ടൻ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ആൾക്ക് മക്കളുടെ കാര്യങ്ങളിലൊക്കെ ഞാൻ നീറ്റ് ആൻഡ് ക്ലീനായി പക്കയായിട്ട് പോകണമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കരിയറുമായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എങ്ങനെ എടുക്കുക എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ ചോദിച്ചിട്ടുമില്ല ആളോട്. എടി, ഈ വീട്ടിലിങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് എന്തിനാ നീ ആയിട്ട് നിന്റെ ജീവിതം ചുമ്മാ വേസ്റ്റ് ചെയ്യുന്നത്?
എന്റെ ആഗ്രഹങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച ഒരു വര പോലെയാണ്. അത് അപ്പം തന്നെ മാഞ്ഞു പോകും. പിന്നെ ഇപ്പൊ ചിലപ്പോഴൊക്കെ സ്വപ്നം പോലും കാണാൻ ഞാൻ മറന്നു പോകാറുണ്ട്. ആ ശരി, എന്റെ കാര്യങ്ങളൊക്കെ വിട്ട് എന്റെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ശോഭമായിരിക്കും. നീ നിന്റെ കാര്യങ്ങളൊക്കെ പറയും. നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്? എടി, ഞാൻ കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. ഇപ്പൊ ഞാൻ അമേരിക്കൻ ബേസ്ഡ് ഒരു MNCയിലെ സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. മാസം ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം സാലറി ഒക്കെ ഉണ്ട്. പക്ഷെ ആള് വർക്ക് ചെയ്യുന്നത് UK യിലാണ്. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനാണ് പ്ലാൻ. ഞാനിപ്പോൾ അവിടെ ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അവിടെ ഒരു ജോലിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറുകയും. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളങ്ങ് UK യിലേക്ക് പറക്കുമല്ലേ? പിന്നെ അച്ഛനും അമ്മ എല്ലാവരും എന്ത് പറയും? ചേട്ടൻ പറയും. കാണിച്ചു തരാം. ഹായ് അക്ഷയ്. ഹായ് ചേട്ടാ, എൻ്റെ പേര് രേണുക. ഞാനും മാരിയും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു കോളേജിൽ. ചേട്ടാ, എൻ്റെ കല്യാണമാണ് March 12. ആണോ? കൺഗ്രാറ്റ്സ്. രേണു ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ അമേരിക്കൻ ബേസ്ഡ് MNCയിലെ സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഫിയാൻസിക്ക് ഇപ്പം എന്താ പരിപാടി? ആള് UK യിലാണ്. അതെ, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് സെറ്റിൽ ആവാനാണ് പ്ലാൻ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഉറപ്പായിട്ട് കല്യാണത്തിന് വരണം. ഷുവർ. നിങ്ങൾ എന്തായാലും എല്ലാവരും ഉണ്ടാവും കല്യാണത്തിൽ. പിന്നെ ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള കുട്ടിയും ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ആര്യ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ആർക്കും കണ്ണിൽ പോലും ആളെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആര്യോ? ഈ ആര്യയുടെ കേസ് തന്നെയാണോ പറയുന്നത്? കോളേജിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് ഒന്നും തലയ്ക്കകത്തോട്ട് കയറത്തില്ലായിരുന്നു. ഇവളാണെങ്കിലോ കാട്ടുപൂച്ചയും. എക്സാമിന്റെ തലേദിവസം ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ലോഡ് ബുക്കുമായിട്ട് ഇവളുടെ വീട്ടിൽ പോകും. അവസാനം ഇവളാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും എന്നോട് ഷെയർ ചെയ്തിട്ടില്ല. ആര്യ അത്ര നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു? പഠിക്കുമായിരുന്നോന്നോ? കൊള്ളാം, അതൊന്നും പറഞ്ഞിട്ടില്ലല്ലേ. അപ്പോൾ ഇവള് ഞങ്ങളുടെ കോളേജ് ടോപ്പർ ആയിരുന്നു, യൂണിവേഴ്സിറ്റി ടോപ്പർ ആയിരുന്നു, ഓവറോൾ ചാമ്പ്യൻ ആയിരുന്നു. എന്റെ ദൈവമേ, അങ്ങനെ ഒരു സകലകലാ വല്ലഭയായിരുന്നു ഇവള്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവളെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഇങ്ങനെ മാജിക് പോലെ ഡിസപ്പിയർ ആയതായിരുന്നു. പിന്നെ ഇവളുടെ നമ്പർ ആരുടെയും കയ്യിലില്ല. ഇവൾ എവിടെ താമസിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ ഈ ഫ്ലാറ്റ് ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് എത്ര കഷ്ടപ്പെട്ടു എന്നറിയാമോ? ISROയിൽ സയന്റിസ്റ്റ് ആകണമെന്ന് പറഞ്ഞ് തലയ്ക്ക് പിടിച്ച് നടന്നവളായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊക്കെ വിചാരിച്ചത് ഇവളിപ്പോ ISROയിലെ ഏതോ കൊമ്പത്തെ സയന്റിസ്റ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര തിരക്കിട്ട ജീവിതമായിരിക്കും എന്നാണ്. എന്തായാലും മാഡത്തിനൊന്നും കാണാൻ പറ്റില്ലോ. എന്തായിരുന്നാലും രണ്ടുപേരും മക്കളെയും കൂട്ടിയിട്ട് March 12 എന്റെ കല്യാണത്തിന് ഉറപ്പായിട്ട് വരണം. ഓക്കെ, ഇറങ്ങട്ടെ. ബൈ. ഇതുപോലെയാണ് നമ്മൾ ചിലരുടെയെങ്കിലും ജീവിതങ്ങൾ. നമ്മുടെ ആഗ്രഹങ്ങൾ പലതും മൂടിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തീർക്കും. എന്നാൽ ചില ജീവിതങ്ങളിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മറ്റൊരു ആര്യയെ മാറാതെ പരസ്പരം മനസ്സിലാക്കി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് ജീവിതം ഒരു വസന്തകാലമാക്കി മാറ്റുക. താങ്ക് യു.